ഹലോ വെൽക്കം ടു ടെക് ട്യൂട്ടർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിഒയുടെ മൊഡ്യൂൾ 1ന്റെ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഒരു ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഓപ്പറാൻഡ് ഏത് ലൊക്കേഷനിലാണ് എന്ന് മെൻഷൻ ചെയ്യാനുള്ള ഡിഫറെന്റ് വേസ് ആണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ വിൽ ബി യൂസിംഗ് മെനി ഓപ്പറാൻഡ് ആൻഡ് ദാറ്റ് കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഓഫ് ദോസ് ഓപ്പറാൻഡ്സ് അതിനെ മെൻഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് വേസ്. സോ വേസ് ഇൻ വിച്ച് location of operands used in or mentioned in instruction or specified or mentioned എന്തെങ്കിലും. സോ ആ കറസ്പോണ്ടിങ് ഓപ്പറാൻഡിന്റെ ലൊക്കേഷനെ ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് വേസിനെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് ലൊക്കേഷൻ ഓഫ് ആൻ ഓപ്പറാൻഡ് സ്പെസിഫൈഡ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ബി മെൻഷൻ. ഇത് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡിഫറെന്റ് മോഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് രജിസ്റ്റർ മോഡ്. രജിസ്റ്റർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറാൻഡ് പ്രോസസർ രജിസ്റ്ററിലെ കണ്ടന്റ് ആയിട്ടായിരിക്കും ഉള്ളത്. ഓപ്പറാൻഡ് ഡയറക്ട്ലി is the content of the processor register. So here operand എന്ന് പറയുന്നത് processor register content ആണ്. So we will be directly mentioning that processor register in instruction. So address of the location is explicitly in the instruction, directly given in instruction. Corresponding address explicitly given in instruction. Directly അവിടെ രജിസ്റ്ററിനെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നെയിമോ അഡ്രസ്സോ എന്തെങ്കിലും രജിസ്റ്ററിന്റെ. ഇപ്പോൾ ക്ലിയർ R1, ഈ R1 എന്ന് പറയുന്നത് ഡയറക്ട്ലി രജിസ്റ്റർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ മൂവ് R1, R2. ഇവിടെ R1, R2 എല്ലാം ഡയറക്ട്ലി നമ്മൾ പറയുന്നത് രജിസ്റ്ററിനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലിയർലി രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന മോഡിനെയാണ് രജിസ്റ്റർ മോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ അബ്സല്യൂട്ട് മോഡ് ഓർ എൽസ് ഡിറക്റ്റ് മോഡ് എന്നും പറയും. ഡിറക്റ്റ് മോഡ് എന്നും പറയും. ഇതിൽ ഓപ്പറാൻഡ് ഉള്ളത് മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ആദ്യത്തേതിൽ രജിസ്റ്ററിലായിരിക്കും. ഹിയർ ഓപ്പറാൻഡ് ഈസ് ഇൻ മെമ്മറി ലൊക്കേഷൻ. എന്നിട്ട് ഈ മെമ്മറി ലൊക്കേഷനെ ആയിരിക്കും അഡ്രസ് ഓഫ് ദിസ് മെമ്മറി ലൊക്കേഷൻ ഈസ് എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ മൂവ് ലൊക്കേഷൻ R1. ഇതിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. അതിനെ ഡയറക്ട്ലി നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് അബ്സല്യൂട്ട് ഓർ ഡിറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറാൻഡിനെ ഡയറക്ട്ലി ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഓപ്പറാൻഡ് എന്ത് വാല്യൂ ആണോ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷനോ ആയിക്കോട്ടെ, ആ വാല്യൂ ആ കറസ്പോണ്ടിങ് ഓപ്പറാൻഡിനെ ആസ് സച്ച് ഡയറക്ട്ലി യൂസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷൻ. അതാണ് ഇമ്മീഡിയറ്റ് മോഡ്. ഈ ഇമ്മീഡിയറ്റ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ആ ഇമ്മീഡിയറ്റ് വാല്യൂവിന് മുമ്പായിട്ട് യൂസ് ചെയ്യും. എക്സാമ്പിൾ മൂവ് ഹാഷ് ഓഫ് 200, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 എന്ന് പറഞ്ഞ വാല്യൂവിന് ആസ് സച്ച് R1ലേക്ക് മൂവ് ചെയ്യാനുള്ള മീനിങ് ആണ്. ഇങ്ങനെ വരുന്നതിനെയാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഇൻഡയറക്റ്റ് മോഡ് ആക്ച്വലി രണ്ട് വിധത്തിൽ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഇൻഡയറക്റ്റ് മോഡിൽ ഒരു എക്സാമ്പിൾ വന്നിട്ട് ആഡ് R1 എന്ന് പറയുന്നത് നമ്മൾ പാരന്തസിസിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് R0. ഹിയർ R1 എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിന്റെ പേരാണ്. സോ ആ രജിസ്റ്ററിൽ വന്നിട്ട് മറ്റൊരു പേരോ അഡ്രസ്സോ ആയിരിക്കും ഉള്ളത്, ബി എന്ന് പറയുന്നത്. സോ ബി ഇസ് എ മെമ്മറി ലൊക്കേഷൻ. ഒറിജിനലി ആ ബി എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് ഓപ്പറാൻഡ് ഉള്ളത്. സോ ഇങ്ങനെ പറയുന്നത് ഡയറക്ട്ലി ബിയെ പറയാതെ ബി എന്ന് പറയുന്ന വാല്യൂ മറ്റൊരു രജിസ്റ്ററിൽ വെച്ചിട്ട് ആ രജിസ്റ്ററിനെയാണ് ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. സോ ഈ ഒരു ഇതിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റർ ആണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ വേർ വി ആർ യൂസിങ് എ general purpose register in indirect mode. Same way, ഇപ്പോൾ ഈ രജിസ്റ്ററിന് പകരം സപ്പോസ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് യൂസിങ് ആഡ് എ ഓഫ് R0. ഇവിടെ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ മറ്റൊരു സ്പെസിഫിക് നെയിമോ അഡ്രസ്സോ ആയിരിക്കും. ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ ആണ് എക്സാക്ട്ലി ഓപ്പറാൻഡ് ഉള്ളത്. സോ ഇവിടെ ഡയറക്ട്ലി ബി പറയുന്നതിന് പകരം എ ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെമ്മറി ലൊക്കേഷൻ. സോ ദിസ് ഈസ് എൻ ഇൻഡയറക്റ്റ് ആക്സസ് ത്രൂ ഇൻഡയറക്റ്റ് മോഡ് ത്രൂ യൂസിങ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. ദിസ് ഈസ് വാട്ട് ഇൻഡയറക്റ്റ് മോഡ് ഈസ് അബൌട്ട്. ഓപ്പറാൻഡിന്റെ അഡ്രസ് ഏത് ഒരു രജിസ്റ്ററിലോ മെമ്മറിയിലോ ആയിരിക്കും. അപ്പോൾ ആ രജിസ്റ്ററിന്റെയോ മെമ്മറിയുടെയോ അഡ്രസ് ആണ് എന്നിട്ട് ശരിക്കും ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ആയിരിക്കും. സോ
ഇപ്പൊ നമ്മൾക്ക് കിട്ടേണ്ട ഈ എഫക്റ്റീവ് അഡ്രസ്സിനെ അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഈ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് ദാറ്റ് മീൻസ് ബി എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിന്റെയോ മെമ്മറി ലൊക്കേഷന്റെയോ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷനിൽ അപ്പിയർ ആകുന്നത്. അപ്പൊ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഈസ് എ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് എനി മെമ്മറി ലൊക്കേഷൻ ആൻഡ് whose address. So, ഈ corresponding രജിസ്റ്ററിന്റെയോ മെമ്മറി ലൊക്കേഷന്റെയോ അഡ്രസ് ആയിരിക്കും whose address appears in instruction. So, this is about indirect mode. It is having two ways, that is using a general purpose register or using a memory location. Fifth mode is index mode. Index mode എന്നാണ്. അപ്പോൾ ഓപ്പറാൻഡിന്റെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടുന്നത് രജിസ്റ്ററിലെ കണ്ടന്റിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ആകുമ്പോഴാണ്. സോ ഓപ്പറാൻഡിന്റെ നമുക്ക് വേണ്ടത് ശരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവാൻ ഓപ്പറാൻഡിന്റെ ശരിക്കുള്ള അഡ്രസ് ആണ്. ഈ ഓപ്പറാൻഡിന്റെ അഡ്രസ്സ് കിട്ടണം ഒരു രജിസ്റ്ററിലെ കണ്ടന്റിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ആ കോൺസ്റ്റന്റ് വാല്യൂനെ നമ്മൾ പറയുന്നതാണ് ഓഫ്സെറ്റ് എന്ന്. ഓക്കെ, ആ കോൺസ്റ്റന്റ് വാല്യൂനെ നമ്മൾ പറയുന്നതാണ് ഓഫ്സെറ്റ് എന്നുള്ളൊരു പേരാണ്. സോ അങ്ങനെ ഒരു ഓഫ്സെറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ഓപ്പറാൻഡിന്റെ അഡ്രസ്സിനെ കിട്ടുന്നത്. So effective address of operand is register content with the constant value and this is being represented. ഇത് represent ചെയ്യുന്നത് x of ri എന്നാണ്. ഇതിൽ x എന്ന് പറയുന്നതാണ് offset. So effective address will be like, so the effective address will be like content of ri plus that x. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ suppose add 20 r1, r2. അപ്പോൾ ഇതിൽ effective address എടുക്കുന്നത് first we need to fetch the effective addresses content of r1 plus the offset 20. Suppose r1ലെ കണ്ടന്റ് എന്ന് പറയുന്നത് 1000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ the effective address will be 1000 plus 20 which is equal to 1020 and suppose the value of ഇപ്പോൾ ഈ 1020 എന്ന് പറയുന്ന ലൊക്കേഷനിൽ വാല്യൂ എന്ന് പറയുന്നത് 15 ആണെന്ന് കരുതുക. If so, the corresponding address, the add instruction will be like, 15 plus content in R2 and will be saved in R2. ഇതാണ് ഇൻഡെക്സ് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡ് ഈസ് അബൌട്ട് റിലേറ്റീവ് മോഡ്. സിക്സ്ത് വൺ ഇസ് റിലേറ്റീവ് മോഡ്. എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കാൻ രജിസ്റ്ററിന് പകരം ഒരു പ്രോഗ്രാം കൗണ്ടർ നമ്മൾ കണ്ടിരുന്നു. പ്രോഗ്രാം കൗണ്ടർ അത് ഇപ്പോൾ കറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റഡ് ആകുന്ന വാല്യൂ ആണ്. സോ ഇവിടെ പറഞ്ഞ രജിസ്റ്ററിന് പകരം പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂവിനെ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി റിലേറ്റീവ് മോഡ് എന്ന് പറയുന്നത്. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് പ്ലസ് ആ ഓഫ്സെറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത്. കോമൺലി ഈ മോഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നിടത്താണ് ശരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ടാർഗറ്റ് അഡ്രസ്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് മെയിൻലി യൂസ് ചെയ്യാറ്. സോ ഈ എക്സ് ഓഫ് പി സി അഡ്രസ് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്ന് പ്രോഗ്രാം കൗണ്ടർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എക്സ് ബൈറ്റ് ദൂരത്തായിരിക്കും നമ്മൾക്ക് വേണ്ടുന്ന എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. സോ സപ്പോസ് ഇപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രാഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലൂപ്പിലേക്ക് പോകാമെന്ന് പറയുന്നത്. അപ്പം മുമ്പ് വരെ എക്സിക്യൂട്ട് ചെയ്ത് വന്ന വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രം ലൂപ്പിലേക്ക് പോകാനാണ് നമ്മൾ പറയുന്നത്. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് ലൂപ്പിലേക്ക് പോകും. സോ ബ്രാഞ്ചിന്റെ ടാർഗറ്റ് ലൊക്കേഷൻ ആയ ലൂപ്പിലേക്ക് അപ്പോഴാണ് കൺട്രോൾ പോവുക. അപ്പോൾ ഈ ലൊക്കേഷനിലെ പ്രോഗ്രാം കൗണ്ടറിലെ കറണ്ട് വാല്യൂവിന്റെ കൂടെ ഓഫ്സെറ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണും. ഞാനൊരു പ്രോഗ്രാം എഴുതുകയാണ്. മൂവ് n, r1 മൂവ് hash of എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് num1, r2 ക്ലിയർ r0 add r2, r0 add number immediate value 4, r2 decrement r1 branch greater than 0 loop move r0, sum and ഇതാണ് ലൂപ്പ് പറഞ്ഞിരിക്കുന്ന ലൂപ്പ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് the control flows through here if the condition satisfies.
ഇനി ലൂപ്പ് എന്ന് പറയുന്ന ബോഡിയിൽ 4 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഈ 4 ഇൻസ്ട്രക്ഷൻസ് ആണ് ലൂപ്പ് എന്ന് പറയുന്ന ബോഡിയിലുള്ളത്. സപ്പോസ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണെന്ന് കരുത്. ഈച്ച് വിത്ത് 4 ബൈറ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ 1004 അടുത്തത് 1008 അടുത്തത് 1012 ഇവിടെ. അപ്പോൾ നെക്സ്റ്റ് ബ്രാഞ്ച് എക്സിക്യൂട്ട് പ്രോഗ്രാം കൗണ്ടറിൽ ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിൽ വരുന്ന നെക്സ്റ്റ് അഡ്രസ് 1016 ആണ്. പക്ഷേ ബ്രാഞ്ചിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയോ എന്ന് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ എന്താണ് കൺട്രോൾ വന്നിട്ട് ലൂപ്പിലേക്ക് പോകണം. ദാറ്റ് മീൻസ് 1000ലേക്ക് റിട്ടേൺ ആകണം. അപ്പോൾ 1060ൽ നിന്ന് 1000ലേക്ക് റിട്ടേൺ ആവണമെങ്കിൽ 1060യുടെ കൂടെ -16 വന്നാലാണ് ഓഫ്സെറ്റ് ആയിട്ട് -16 വരുമ്പോഴാണ് 1000ലേക്ക് പോകുള്ളൂ. സോ ഇവിടുത്തെ എക്സ് വാല്യൂ -16 ആയിരിക്കും വരിക ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ -16നെ കമ്പ്യൂട്ട് ചെയ്യുന്നത് ശരിക്കും അസംബ്ലർ പ്രോഗ്രാമിംഗ് വർക്കാണ്. അസംബ്ലർ പ്രോഗ്രാമാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അത് ഈ അസംബ്ലർ പ്രോഗ്രാം ഈ ഇൻസ്ട്രക്ഷനെ പ്രോസസ് ചെയ്യുമ്പോൾ ഈ ഓഫ്സെറ്റിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് മെഷീൻ ഇൻസ്ട്രക്ഷനോട് പറയും. അപ്പോൾ കറസ്പോണ്ടിങ് -16 PC എന്ന് പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആണ്. ഈ ഫോർമാറ്റിൽ -16 ആണ് ഇവിടുത്തെ എക്സ്. പ്രോഗ്രാം കൗണ്ടറിൽ കറണ്ട് വാല്യൂ അത് ജനറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ കാണേണ്ടത് 2 അഡീഷണൽ മോഡ്സ് കൂടെ ഉണ്ട്. 2 അഡീഷണൽ മോഡ്സ് ആണ് വിത്ത് ഓൾമോസ്റ്റ് സെയിം എക്സിക്യൂഷൻ ആണ് ഇതിന്റെ. ഒന്ന് വന്നിട്ട് ഓട്ടോ ഇൻക്രിമെന്റ് മോഡും അടുത്ത വന്നിട്ട് ഓട്ടോ ഡിക്രിമെന്റ് മോഡുമാണ്. സപ്പോസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് ഇനി ഒരു സീരീസ് ഓഫ് വാല്യൂസ് അറേ ഓഫ് വാല്യൂസ് ഇങ്ങനെ വരുന്നെങ്കിൽ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് അങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. സോ സ്റ്റാർട്ടിങ് മാത്രമായിരിക്കും മെൻഷൻഡ് ആകുക. അത് കഴിഞ്ഞ് എല്ലാം ഓട്ടോ ഇൻക്രിമെന്റ് ചെയ്ത് ആക്സസ് ചെയ്യണം. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ ഓട്ടോ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു സീ ഓട്ടോ ഇൻക്രിമെന്റ് മോഡ്. അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ആയിരിക്കുന്ന ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് രജിസ്റ്ററിലെ കണ്ടന്റ് എടുക്കുന്നു. എന്നിട്ട് അതിനെ ഓട്ടോ ഇൻക്രിമെന്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഓപ്പറാൻഡ് ആക്സസ് ചെയ്ത ശേഷം രജിസ്റ്ററിലെ കണ്ടന്റിനെ ഓട്ടോ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇനി അപ്പം ഓട്ടോ ഇൻക്രിമെന്റ് ടു ദ പോയിന്റ് നെക്സ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഇതാണ് ഇപ്പൊ ഈ ലിസ്റ്റിൽ ആദ്യത്തിൽ നിന്ന് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് തന്നെ ഓട്ടോ ഇൻക്രിമെന്റ് ആവണം. അപ്പൊ ഈ മോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് RI കാരണം ലിസ്റ്റ് ഓഫ് ആർ പ്ലസ് എന്നായിരിക്കും. ഇനി ഈ ഇവിടെ ഇപ്പൊ സപ്പോസ് കിടക്കുന്ന ഓപ്പറാൻഡിന്റെ സൈസ് അനുസരിച്ച് വേണം ഓട്ടോ ഇൻക്രിമെന്റ് ആവാൻ. ദാറ്റ് മീൻസ് ഇപ്പം ഓപ്പറാൻഡ് വന്നിട്ട് ഇൻക്രിമെന്റ് ആകുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്പറാൻഡിന്റെ സൈസ് അനുസരിച്ചാണ്. സോ ഓപ്പറാൻഡ് ഒരു ബൈറ്റ് സൈസ്ഡ് ആണെങ്കിൽ 1 ബൈറ്റ് ആണെങ്കിൽ ഇൻക്രിമെന്റ് വാല്യൂ 1 ആയിരിക്കും. ഓപ്പറാൻഡ് 16 ബിറ്റ് ആണെങ്കിൽ ഇൻക്രിമെന്റ് വാല്യൂ 2 ആയിരിക്കും. സപ്പോസ് 32 ബിറ്റ് ആണെങ്കിൽ ഇൻക്രിമെന്റിംഗ് വാല്യൂ 4 ആയിരിക്കും. ഇൻക്രിമെന്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ആയിരിക്കുന്ന ഓപ്പറാൻഡിന്റെ സൈസ് അനുസരിച്ചാണ് ഇൻക്രിമെന്റ് ആകുക. സെയിം വേ ഓട്ടോ ഡിക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിരുന്നു നമ്മൾ ആദ്യം രജിസ്റ്ററിലെ കണ്ടന്റിനെ എടുത്തു. ഫസ്റ്റ് വൺ എടുത്തതിന് ശേഷമാണ് ഓട്ടോ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓട്ടോ ഡിക്രിമെന്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് -RI എന്നാണ്. സോ ഇവിടെ രജിസ്റ്ററിനെ കണ്ടന്റിനെ ആദ്യം മൈനസ് ചെയ്തതിന് ശേഷം ഓട്ടോ ഡിക്രിമെന്റ് ചെയ്തതിന് ശേഷമാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആക്സസ് ചെയ്തതിന് ശേഷമായിരുന്നു. പക്ഷേ ഇവിടെ എടുക്കുന്നത് ആദ്യം ഡിക്രിമെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആദ്യത്തെ അഡ്രസ് ഫെച്ച് ചെയ്യുള്ളൂ. സോ ഇവിടെയും സെയിം തിങ് ആണ് നടക്കുന്നത്. അപ്പം ബൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഡിക്രിമെന്റ് ചെയ്താണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ബൈറ്റ് സൈസ് ആണെങ്കിൽ 1 വാല്യൂ ആയിരിക്കും ഡിക്രിമെന്റ് ചെയ്യുക. 16 ബിറ്റ് ആണെങ്കിൽ 2 വാല്യൂ ഡിക്രിമെന്റ് ചെയ്യും. 32 ബിറ്റ് ആണെങ്കിൽ 4 വാല്യൂ ആയിരിക്കും ഡിക്രിമെന്റ് ചെയ്യുക. ഇനി ഈ ഓട്ടോ ഇൻക്രിമെന്റ് ഓട്ടോ ഡിക്രിമെന്റിന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെന്റ് യൂസ് ചെയ്യാതെയാണെങ്കിൽ നമ്മൾക്ക് 2 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 1 ഇൻസ്ട്രക്ഷൻ നമുക്ക് 2 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വൺ വന്നിട്ട് ഓപ്പറാൻഡിനെ ആക്സസ് ചെയ്യാൻ, ഇറ്റ് ഈസ് ടു ആക്സസ് ദ ഓപ്പറാൻഡ്. പിന്നെ വന്നിട്ട് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ രജിസ്റ്ററിനെയും ഡിക്രിമെന്റിങ് ഓർ ഇൻക്രിമെന്റിങ് ഓട്ടോമാറ്റിക്കലി നടക്കും. സോ അതാണ് ഈ അഡീഷണൽ ബോർഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. താങ്ക് യു.